വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് മൂവിയാണ് ടൂറിസ്റ്റ് ഫാമിലി. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു നൈസ് മൂവിയാണ്. ഈ ഒരു മൂവിയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെയുള്ള ഓരോ സീക്വൻസും അതിന്റെ പ്രസന്റേഷനും ക്യാരക്ടേഴ്സും പെർഫോമൻസും ആ ഒരു ഇമോഷനും ആ ഒരു ഹ്യൂമറും എല്ലാം വളരെ നൈസാണ്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്ന ഒരു ശ്രീലങ്കൻ ഫാമിലി ഇപ്പോൾ ശ്രീലങ്കയിൽ നടക്കുന്ന കേസ് കാരണം അവിടെ നിന്ന് രാജ്യം വിട്ട് ഇന്ത്യയിലോട്ട് വരുവാണ്. ഇന്ത്യയിൽ വന്നതിന് ശേഷം അവർ ഇവിടെ സർവൈവ് ചെയ്യുന്നതും ആ സമയത്ത് അവർ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസും ഇവന്റ്സ് ഒക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. സോ അങ്ങനത്തെ ഒരു മൈഗ്രേഷൻ കോൺസെപ്റ്റ് ആണ് ഈ സിനിമ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി പടം ഒരു ഇമോഷണൽ ട്രാക്ക് ആണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. കംപ്ലീറ്റ്ലി ആ ഒരു മൂവി കൊണ്ടുവരിക്കുന്ന ഹ്യൂമറിൽ തന്നെയാണ്. എവിടെയെങ്കിലും 2-3 ഏരിയാസിൽ ഒരു ഇമോഷണൽ ട്രാക്ക് വന്നാലായി. ചില സീക്വൻസ് ഒക്കെ ഇമോഷണൽ ട്രാക്ക് ആണ് വിചാരിക്കുന്ന സമയത്തും ആ ഒരു ടൈൽ എൻഡിൽ കൊണ്ടിട്ട് ആ ഒരു എൻറ്റയർ സീക്വൻസിന് ഒരു ഹ്യൂമർ സീക്വൻസ് ആയിട്ട് മാറുന്നുണ്ട്. അതൊക്കെ നൈസാണ്. ഈ ഒരു മൂവിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ആ ഒരു പ്രസന്റേഷൻ തന്നെയാണ്. കാരണം പല ഏരിയാസിലും ഓവറായി ചളമാക്കാൻ പറ്റിയ ഒരുപാട് സീക്വൻസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഭയങ്കര ക്രിഞ്ചായി പോകുന്ന ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആയാലും അല്ലെങ്കിൽ ചില ക്യാരക്ടേഴ്സിന്റെ ഡയലോഗ്സ് ആയാലും ഓരോ ടൈമിങ്സ് ആയാലും ഇതെല്ലാം ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഭയങ്കര ഓവറായി കയ്യിൽ പോകുന്ന സീക്വൻസ് ആണ്. പക്ഷെ അതിനൊക്കെ എല്ലാവരും അത് ഈച്ച് ആൻഡ് എവരി ക്യാരക്ടേഴ്സ് ഈച്ച് ആൻഡ് എവരി സീക്വൻസ് എല്ലാം വളരെ ബാലൻസ് ചെയ്താണ് സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. ആൻഡ് ഈ ഒരു മൂവിയിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു ക്യാരക്ടർ പെർഫോമൻസ് എന്ന് പറയുന്ന ഈ ഒരു ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. കാരണം യോഗി ബാബു ഉണ്ട്, മറ്റുള്ള കോമഡി ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരൊക്കെ സിനിമയിൽ ഉണ്ടെങ്കിലും ഈ ഒരു മൂവിയിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഫാമിലി തന്നെയാണ്. അതിലും ഏറ്റവും കൂടുതൽ എല്ലാവരും കടത്തി വെട്ടി ഒരു നൈസ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്ന വെച്ചാൽ ഈ ഒരു ഫാമിലിയിലെ ആ ഒരു ചെറിയൊരു പയ്യനാണ്. കാരണം പുള്ളിക്കാരന്റെ പെർഫോമൻസ് വാസ് ലൈക്ക് അടിപൊളിയായിരുന്നു. സിനിമയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ പുള്ളിക്കാരൻ എവിടെയൊക്കെ വരുന്നുണ്ടോ ഏതൊക്കെ സീക്വൻസ് ആണോ അവിടേക്കുള്ള പുള്ളിക്കാരന്റെ ഹ്യൂമറും ആ ഒരു ടൈമിങ്സും കൗണ്ടേഴ്സും ഒക്കെ അടിപൊളിയായിരുന്നു. അതായത് യോഗി ബാബുവിനെ അവരെ പുള്ളിക്കാരൻ സൈഡാക്കി വെച്ചിട്ട് സ്കോർ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു ചെറിയൊരു പയ്യന്റെ പെർഫോമൻസ് വന്നിരിക്കുന്നത്. യോഗി ബാബു അങ്ങനെ ഹ്യൂമർ ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, ചെയ്യുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ ഹ്യൂമറിന്റെ കൂടെ തന്നെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ, അതായത് ഈ ഒരു ഫാമിലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആളാണ്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. അധികം കോമഡീസ് അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഇതിനുള്ള മൂവീസ് ചെയ്യുന്ന പോലെ ഫുൾ ആൻഡ് ഫുൾ കോമഡി അല്ലെങ്കിൽ ഭയങ്കര കൗണ്ടേഴ്സ് അങ്ങനെയൊന്നുമില്ല. ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടി പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു ലിമിറ്റുള്ള ക്യാരക്ടറാണ്. പക്ഷെ ആ ഒരു ലിമിറ്റും ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ മറ്റേ അഴിഞ്ഞാടാൻ വിട്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഒരു ചെറിയ പയ്യന്റെ. കാരണം ആ ഒരു ചെറിയൊരു പയ്യൻ എവിടേക്ക് വരുന്നുണ്ടോ ആശാൻ വേറെ ലെവലായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ശശികുമാർ ആയാലും മിഥുനായാലും സിമ്രാനും എല്ലാവരും അവരുടെയൊക്കെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഈ ഒരു എൻറ്റയർ മൂവിയിൽ നമ്മളെ പിടിച്ചിരുത്തി ആ ഒരു എൻഡ് വരെ ഭയങ്കര നൈസായിട്ട് നമ്മളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ ഒരു ഹ്യൂമറും ഇമോഷണൽ എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ഫാമിലിയിലെ ക്യാരക്ടേഴ്സ് തന്നെയാണ്. ഇപ്പോൾ സ്റ്റോറി വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറി തന്നെയാണ്. കാരണം ഒരു സർവൈവൽ വേണ്ടി ഒരു ഫാമിലിയുടെ വരുന്നത് പിന്നീട് എന്തൊക്കെ നടക്കും നമുക്ക് ജസ്റ്റ് പ്രൊഡിക്റ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനത്തെ സീക്വൻസ് ഉണ്ടായിട്ട് പോലും നമ്മളവിടെ പിടിച്ചിരുത്തി ആ ഒരു എൻറ്റയർ മൂവിയിൽ ഒരു അടിപൊളി വൈബ് തരുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള പെർഫോമൻസ് ആണ് ആ ഒരു ഫാമിലിയുള്ള എല്ലാ ക്യാരക്ടേഴ്സും ചെയ്തിരിക്കുന്നത്. ആൻഡ് ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് മൂവിയുടെ പ്രസന്റേഷനൊക്കെ എടുത്തു പറയുന്ന പോലെ പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു മൂവിയുടെ ടെക്നിക്കൽ സൈഡും ആ ഒരു മൂവിയുടെ ഡയറക്ഷനും ആ ഒരു ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റും. കാരണം എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പണിയെടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു ഔട്ട് നമുക്ക് സിനിമയിൽ കാണാനുണ്ട്. ആൻഡ് ഈ ഒരു മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്ന അംശം ജീവനാണ്. മൂപ്പരുടെ ഫസ്റ്റ് മൂവിയാണ്. നല്ല രീതിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഫ്യൂച്ചറുള്ള പയ്യനാണ് മൂപ്പരും. ഈ ഒരു സിനിമയിൽ ചെറിയൊരു ക്യാമിയോ റോൾ വരെ ചെയ്യുന്നുണ്ട്. അതും കൊള്ളാം. നല്ലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ തന്നെയാണ് അത്. സോ ഓവറോൾ നോക്കുവാണെങ്കിൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഫീൽ ഗുഡ് മൂവിയാണ് ടൂറിസ്റ്റ് ഫാമിലി എന്നുള്ളത്. സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മളെ കണ്ണും മനസ്സൊക്കെ ഒരുപോലെ നിറഞ്ഞിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്ന മൂവിയാണ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.